കളക്ഷനാണ് ഇവിടെ. ബാഗിൻ്റെ ഒരു കളക്ഷനൊക്കെ എൻ്റെ ടോപ്പ് ഇതൊക്കെ തന്നെ നിങ്ങളെ ലോക്കൽ ബാഗല്ല, ബ്രാൻഡഡ് സാധനമാണ്. ബർഗർ സാൻഡ്വിച്ച് വേണം, ബർഗറാണ് ഇവിടെ ഒന്നും തിന്നൂല കേട്ടോ. ഇതാണ് ബർഗർ, നല്ല ലുലൂത്തെ ബർഗറാണ് കേട്ടോ. ഫ്രഷ് ബർഗറാണ്. ഇതിന് 90, ഇതിന് 90ആണ്. ഇതാണോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ആണ് കേട്ടോ. നമ്മളെ നാട്ടിൽ തന്നെ ലുലു വന്നിട്ടുണ്ട്. ഇന്നാണ് കേട്ടോ അതിൻ്റെ ഇനാഗുറേഷൻ രാവിലെ. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ അരീക്കാടാണ് നിൽക്കുന്നത്. അരീക്കാടിൽ നിന്ന് 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ മാങ്കാവാണ് ലുലു വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അരീക്കാട് കഴിഞ്ഞാൽ പിന്നെ മീൻചന്ത കഴിഞ്ഞാൽ കണ്ണഞ്ചേരി കഴിഞ്ഞാൽ മാങ്കാവ്. ഈ 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ മാങ്കാവ്. അവിടെയാണ് കേട്ടോ ലുലു വന്നത്. അപ്പം നമ്മളെ നാട്ടിൽ തന്നെ ലുലു വന്നതല്ലേ, നമുക്ക് കൊച്ചിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ബസ് കയറി നമ്മൾ മാങ്കാവ് ഇറങ്ങി. മാങ്കാവ് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട്, ബസ്സിൽ വരുന്നവരാണെങ്കിൽ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് നടക്കാനുണ്ടാവും കേട്ടോ. ലുലു അവിടേക്ക് നടക്കാൻ 2 മിനിറ്റ് നടക്കാനുണ്ടാവും. ബസ് അവിടെ നിർത്തൂല. അപ്പോൾ ഇതാ നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് മിംസാണ് കേട്ടോ. മിംസ് സ്റ്റോപ്പാണ് പിന്നെ വരുന്നത്. അപ്പം നമ്മൾ മാങ്കാവ് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകണം. അങ്ങനെതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ, പുറത്ത് ഇങ്ങനെയൊക്കെ കാണുമ്പം വലിയ തിരക്കുണ്ടാവില്ല, ഉള്ളിൽ രാവിലെ ഇതൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പോവാണ്. അങ്ങനെ ഇതാ ലുലു ഇവിടെ എത്താനായി. അവിടെ അങ്ങനെ ഒരു എന്താ പറയുക, ഫോട്ടോ ഒക്കെ എടുക്കുന്ന, നമുക്കെന്നാൽ ലുലുവിൽ കൂടാന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇതിൽ ഒരു ഫ്രെയിമിൽ അവിടെ നിന്നിട്ട് ഓരോരുത്തർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇതാണ് കേട്ടോ ലുലു എൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് ഷോപ്പ് വേറെയുണ്ട്. ഇങ്ങനെ ഓരോ എന്താ പറയുക, ഡ്രസ്സിൻ്റെതോ ബാഗിൻ്റെത് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇന്ന് രാവിലെ നടന്ന ഇനാഗുറേഷൻ്റെ എല്ലാ ഫുട്ടേജും ഇവിടെ ആ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത്. സെൻറ്ററിൽ വരുന്ന ആ സ്ക്രീനിൽ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. അതിൽ നോക്കുമ്പോൾ എല്ലാതും കാണാൻ പറ്റും, എല്ലാ വിഷ്വൽസും ഇതിലുണ്ട് കേട്ടോ. ഈ ഒരു മോളിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. മെയിനായിട്ട് പോകാനുള്ളതാണ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. കാരണം നെസ്റ്റോൻ്റെ പോലെ ഒന്നല്ല, ഇത് ലുലു ആണ്. അപ്പോൾ ഇവിടുത്തെ ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച്, അതുപോലെ തന്നെ നല്ല സൂപ്പർ ഹൈപ്പർ മാർക്കറ്റാട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം. നെസ്റ്റോളൊന്നും ഫ്രഷ് ആയിട്ടല്ല എന്നല്ല പറഞ്ഞത്. എന്നാലും നെസ്റ്റോളിൽ എന്താ പറയുക, അവിടെ സൗകര്യങ്ങൾ കുറച്ച് പരിമിതമാണ്. കുറച്ച് എന്താ പറയുക, ഇത്ര വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് അല്ല നെസ്റ്റോളൊന്നും. അപ്പോൾ ഇത് വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിവിടെ ഇഷ്ടമായൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. ഓരോ സെക്ഷൻസും ആണ്, ഇങ്ങനെ നമ്പറിലാണ് കേട്ടോ ഓരോ സെക്ഷൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമുക്കിങ്ങനെ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ ഓരോ ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോയി. പിന്നെ വരുന്നത് പ്രിങ്കിൾസ് ഉണ്ട് കേട്ടോ. അതിന് 120ഒക്കെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു പ്രിങ്കിൾസ് ഇല്ല, എനിക്ക് 120ആണ് റേറ്റ്. പക്ഷേ നമുക്ക് കിട്ടുന്ന 80 രൂപയാണ് കേട്ടോ. ഓഫർ റേറ്റാണ്. 80 രൂപക്കാണ് പ്രിങ്കിൾസ് കിട്ടുന്നത്. ഷാൻസ് കുറേ അങ്ങ് നോക്കി നിന്ന് പിന്നെ ഞാനെന്തോ ശ്രദ്ധയിലെ വിട്ടുപോയിട്ടോ. വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ വാങ്ങിയില്ല. അങ്ങനെ ഇതൊക്കെ ജ്യൂസ്, അതുപോലെ മറ്റേ ഓരോ പൗഡറൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഓരോ സെക്ഷനാണ് കേട്ടോ. ഇത് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഇല്ലേ, അതിൻ്റെയൊക്കെ ഓരോ സെക്ഷനാണ്. അതൊന്നും വാങ്ങിച്ചില്ല. വാങ്ങുന്ന സെക്ഷനിലേക്ക് മാത്രം പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ്. നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞാൻ ഷാനൂസിൻ്റെ കൈ വിടാതെ പിടിച്ചിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ ലൂമിനാറിൻ്റെ ഡിന്നർ സെറ്റ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ ഡിന്നർ സെറ്റിന് വരുന്ന റേറ്റ് 3299. അതുപോലെ ചീഫ് ലൈൻ്റെ ബിരിയാണി പോട്ടൊക്കെ വരുന്നുണ്ട് 1899. ഈ വലിയ ബിരിയാണി പോട്ടിന് 2049 കേട്ടോ. അപ്പോൾ ഉരുളി വരുന്നുണ്ട് 1399 നോൺ സ്റ്റിക്കിൻ്റെ ഉരുളി.
അങ്ങനെ ഇതൊക്കെ ഓരോ നോക്കി അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ, നോക്കി ഇങ്ങനെ പോവാണ്. ഇത് ലോണ്ടറി ബാസ്ക്കറ്റാണ് കേട്ടോ. ഷാനൂസിന് ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ ഇത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിന്. പക്ഷേ നമ്മൾ ബസ്സിലല്ലേ പോകുന്നത്, അപ്പോൾ റിസ്ക്കാണ്. വണ്ടിയിലൊക്കെ പോകുമ്പോഴേ നടക്കുള്ളൂ. ഇത് 325 കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇൻഷാല്ല പിന്നെ വാങ്ങിക്കാമെന്ന് കരുതി. പിന്നെ ഇത് വരുന്നത് കണ്ടെയ്നറാണ് കേട്ടോ. നമുക്ക് ഈ അരിപ്പൊടി, ഗോതമ്പ് പൊടി അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ പറ്റില്ല കണ്ടെയ്നർ സെറ്റാണ്. നല്ല ഭംഗിയുള്ള 449 കേട്ടോ റേറ്റ് വരുന്നത്. അതൊന്നും വാങ്ങിച്ചില്ല. എന്താണ് ലീഡർക്ക് പേര് ചെയ്താൽ പുസ്തകം വേണമല്ലോ. നമുക്ക് വേറെ വലിയ ബുക്കൊന്നും വാങ്ങണമെന്നില്ല. നമുക്ക് ചെറുത് പിന്നെ വാങ്ങാം. എത്ര? 1 മതിയോ? 28 തന്നെ കടയിലേക്ക്. അവന് സ്കൂൾ ലീഡറാണ്, അപ്പോൾ ക്ലാസ്സിൽ ലീഡർ. അപ്പോൾ ഇങ്ങനെ നെയിം എഴുതാൻ വേണ്ടി ബുക്ക് വേണമെന്ന് 2 ദിവസമായി പറയുന്നു. ഞാൻ പിന്നെ വലിയ മൈൻഡ് ആക്കിയില്ല, റഫിൽ എഴുതിയാൽ മതി എന്നുള്ള ആ ഒരു രീതിയിൽ പറഞ്ഞു വിട്ടീനി. ഇതിപ്പോൾ ബുക്കിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ കണ്ടപ്പോഴേ നോട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും EVS മാത്സിൻ്റെ ഒക്കെ നോട്ടിലെ പേജൊക്കെ തീരാനായിക്കണം ഏകദേശം. അപ്പോൾ ഞാൻ അതൊക്കെ അത് 2 വാങ്ങിച്ച്, പിന്നെ റഫായിട്ടൊരു ബുക്ക് വാങ്ങിച്ച്, അങ്ങനെ 3 ബുക്ക് വാങ്ങിച്ച്. സാധാ നമ്മളെ ഷോപ്പിലുള്ള റേറ്റ് തന്നെ 28 രൂപ കേട്ടോ. 200ൻ്റെ റോൾ ഇതിന് വരുന്നത് 28 രൂപയാണ്. അങ്ങനെ അത് വാങ്ങിച്ച്. ഇത് വരുന്നത് കേട്ടോ 149, പക്ഷേ 119 കേട്ടോ ഓഫർ റേറ്റ്. ഇത് ഇങ്ങനെ ഡ്രോയിങ് ഉണ്ട്, അതുപോലെ ക്യാമലിൻ്റെ കളറ്, ക്രയോണ്, പിന്നെ റൈസറ്, കട്ടറ്, സ്കെയില്, പെൻസില്, അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് 119 ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഞാൻ ഇതൊന്നും എടുത്തിട്ടോ. 119, 149 ഐമിലുള്ള റേറ്റ്, പക്ഷേ ഓഫർ റേറ്റ് 119. അത് എടുത്ത് ചെറിയ കുഞ്ഞു മക്കൾക്കുള്ള ഒരുപാട് ക്രയോണ്, ഈ ബാഗ് കിറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ, ബാഗിലായിട്ട് വരുന്ന അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്തിട്ടോ. ഇതിന് അതിമേലുള്ള റേറ്റ് ഉണ്ടോ 149, പക്ഷേ ഓഫർ റേറ്റ് 119. അങ്ങനെ ആ ഒരു ഇതെടുത്ത് അത് അവൻ തന്നെ ഇവിടെ നിന്നൊക്കെ തപ്പി പിടിച്ച് കൊണ്ടുവന്ന് അതിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പാൻ്റ് സെറ്റാണ് കേട്ടോ, ഡബിൾ സെറ്റാണ് വരുന്നത്. 475 രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിന് വരുന്നത്. ഇതിങ്ങനെ പ്രൈ പാൻ ഇങ്ങനെ വരുന്നത്, ഈ ഡബിൾ സെറ്റിന് വരുന്നത് 475 രൂപ. ഇത് വരുന്നത് അപ്പച്ചട്ടിയാണ്. ഈ അപ്പച്ചട്ടിക്ക് വരുന്നത് 275 രൂപയാണ് കേട്ടോ ഈ അപ്പച്ചട്ടിക്ക്. പിന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് കേട്ടോ, ഡബിൾ പാനാണ് വരുന്നത്. ഇത് വരുന്നത് 699 രൂപയാണ് കേട്ടോ. ഈ 2 പാൻ ഉണ്ടല്ലോ, അങ്ങനെ ഗ്ലാസിൻ്റെ ഇങ്ങനെ മുകളിൽ ഗ്ലാസിൻ്റെ ഇങ്ങനെ മൂടിയൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ, ഗ്ലാസിൻ്റെ മൂടി. അങ്ങനെ താഴത്തെ അതും മേലത്തും നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ 699 രൂപയാണ് കേട്ടോ. സിംഗിളായിട്ട് കിട്ടൂല, ഡബിളായിട്ട് ഈ സെറ്റ് എടുക്കണം. അങ്ങനെ അപ്പച്ചട്ടി വാങ്ങിച്ചിട്ടില്ല, ഈ ഒരു ഇത് വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ അപ്പച്ചട്ടി അവിടെ വെച്ചിട്ടോ. ഇങ്ങനെ ഇത് 2 വാങ്ങിച്ച്. രൂപയാണ് കേട്ടോ, ഓഫർ റേറ്റാണ്. അങ്ങനെ അത് വാങ്ങിച്ച് അതിൽ വെച്ച്. പിന്നെ നമ്മൾ പോയത് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ. അല്ല, ഫ്രൂട്ട്സ് അല്ല, മീറ്റിൻ്റെ സെക്ഷനാണ്. ജസ്റ്റ് പോയി നോക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവുകയാണ്. മീറ്റിൻ്റെ അവിടെ പോയിട്ടൊന്നും വാങ്ങിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കുകയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. അപ്പം 129 കേട്ടോ 1 kg ഓറഞ്ചിന് വരുന്നത്. അങ്ങനെ 1 കിലോ ഓറഞ്ച് വാങ്ങിച്ച്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞ് അവന് ഭയങ്കര ഇഷ്ടമാണത്, നല്ല വിലയാവും. അപ്പോൾ ഞാൻ ഒരൊറ്റ പീസ് വാങ്ങിച്ചിട്ടോ. അതൊക്കെ 75 രൂപ ഒരൊറ്റ പീസിന് വരുന്നത്. അതൊരൊറ്റ പീസ് വാങ്ങിച്ച്. ഓറഞ്ച് മാത്രം 1 കിലോ ഓറഞ്ച് വാങ്ങിച്ച്. ഇങ്ങനെ പോവാണ് കേട്ടോ. 249 കേട്ടോ വരുന്നത്. റംബൂട്ടാൻ 1 kg. അങ്ങനെ അതൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ പോവാണ് കേട്ടോ. ഇനിയിപ്പം ജസ്റ്റ് വാങ്ങിക്കാനുള്ളത് ഞാൻ വിചാരിച്ചത് മിൽക്ക് പൗഡർ വാങ്ങിക്കണം, പാൽപ്പൊടി.
അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഏത് സെക്ഷനിലാന്ന് ചോദിച്ചപ്പോൾ 1-ലാണെന്ന് പറഞ്ഞിട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റ് നല്ല വലുതാണ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ് എന്താണെന്നുള്ളത് സ്റ്റാഫുകളോട് ചോദിച്ചാൽ നമുക്കത് അറിയില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാഫുകളോട് ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞുതരും, നമ്പർ പറഞ്ഞുതരും. 1, 2, 3 അങ്ങനെ നമ്പർ സെക്ഷനാണ് കേട്ടോ ഓരോന്നും വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ്. ഇതൊക്കെ ജ്യൂസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇത് പിന്നെ ഫ്രൂട്ട്സ് കട്ടിങ് ഓരോ പീസ് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത ഫ്രൂട്ട്സ്, പിന്നെ സാൻഡ്വിച്ച് ഉണ്ട്, ബർഗർ, അങ്ങനത്തെ ഒക്കെ ഓരോ സെക്ഷനാണ് കേട്ടോ ഇവിടെ. സാലഡ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എടുക്കാനുള്ളത് മിൽക്ക് പൗഡർ വാങ്ങിച്ച് പാലടൻ്റെ സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗോകുലം മോളിൽ പോയപ്പോൾ നമ്മൾ സേമിയൻ്റെ ഒരു സെറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് പാലട മിക്സ് വാങ്ങിക്കാമെന്ന് കരുതി. അന്ന് നമ്മൾ സേമിയ ആയിരുന്നു വെച്ചത്. ഷാൻസുന ബർത്ത്ഡേൻ്റെ ഒരു സമയത്ത് സേമിയ മിക്സ് ചെയ്ത് വാങ്ങിച്ചിരുന്നത്. അത് 80 രൂപ വരുന്നത്. ഇത് 65 രൂപയാണ് കേട്ടോ. പാലട ഇതിന് വരുന്നത് 65 രൂപയാണ്. 65 60 തോന്നുന്നത്. അല്ല 65 കേട്ടോ വരുന്നത്. പാലടക്ക് വരുന്നത്. അങ്ങനെ അത് 2 വാങ്ങിച്ചു. അത് 2 വാങ്ങിച്ചിട്ടോ. എങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ വാങ്ങിക്കാനുള്ളത് അവന് മാൽക്കിസ്റ്റ് കണ്ടപ്പോൾ ഇനിയിപ്പോൾ ചോക്ലേറ്റിൻ്റെ ആണ് കേട്ടോ അവനിഷ്ടം. അപ്പോൾ ചോക്ലേറ്റിൻ്റെ മാൽക്കിസ്റ്റിന് വരുന്നത് 54 കേട്ടോ റേറ്റ് വരുന്നത്. 54. അപ്പോൾ അവനത് വേണമെന്ന് പറഞ്ഞ് അതും അതിലിട്ട്. അങ്ങനെ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതാ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കാമെന്ന് ചെറിയ പാക്കറ്റ് ഇട്ടത് 2 kg ആണ്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് കരുതി. 2 kg ഒന്നും വേണ്ട, ഇത് ചെറുത് വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിന് വരുന്നത് 213 കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് 90 രൂപേൻ്റെ ഓഫറുള്ളതുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷനാണ്, ഏതിനാണ് അത് ഓഫർ എന്നുള്ളത്. അപ്പോൾ ഇതിനാന്നുള്ളത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലി, ഇതാണ് 90 രൂപേൻ്റെ ഫ്രഞ്ച് ഫ്രൈസ്. അങ്ങനെ അതൊന്ന് വാങ്ങിച്ച് അവന് സ്നാക്സിന് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനോ അവന് ഇഷ്ടമാണത്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ച്. അന്ന് ഗോകുലം മോളിൽ പോയപ്പോൾ വാങ്ങിച്ചത് കഴിഞ്ഞാൽ അതൊക്കെ തീർന്നു, 2 ദിവസം കൊണ്ട് തീർന്നു അതൊക്കെ. അങ്ങനെ അത് വാങ്ങിച്ച്. ഇത് പിന്നെ സമൂസ, കട്ട്ലേറ്റ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഇങ്ങനെ നമ്മളെ ഫ്രഷ് എണ്ണ ഒഴിച്ചിട്ട് അതിൽ അപ്പം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും കട്ട്ലേറ്റ്, സമൂസ ഒക്കെ. അങ്ങനെ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ്. അപ്പം അതിൻ്റെ റേറ്റ് കയ്യിലുണ്ടായിനി. എത്രയെന്നൊക്കെ പറയുന്നുണ്ട്, 200 സംതിങ്ങോ 300 സംതിങ്ങോ അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതാ ഇവിടെ വരുന്നത് സാലഡാണ് കേട്ടോ. എഗ്ഗ് സാലഡ്, വെജ് സാലഡ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതവിടെ 4 എഗ്ഗ് വരുന്ന ഇങ്ങനെ ഒരു സെറ്റ് വരുന്നുണ്ട്. ഇതിനെത്ര 110 കേട്ടോ വരുന്നത് എഗ്ഗ് സാലഡ്. ഇവിടെ തന്നെ ബർഗറുണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്. അപ്പോൾ ഷാനുസിന് ഇങ്ങനെ ബർഗർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ, അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ സാൻഡ്വിച്ച് വാങ്ങിച്ചോ, അതാകുമ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്. സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ, 90 രൂപ തന്നെയാണ് ബർഗറിന് വരുന്നത്, സാൻഡ്വിച്ചിന് വരുന്നത്. ഇതിങ്ങനെ ഫ്രഷ് ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ബോക്സിലാക്കി വെക്കുന്നതാണ് കേട്ടോ. നമുക്ക് ബില്ല് ചെയ്തിട്ട് വേണം കഴിക്കാൻ, അതാണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത്. ഇതിങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പോയിട്ട് കഴിക്കാൻ പറ്റൂല, ബില്ല് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവന് ഫ്രഷ് ബർഗറൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അത് 90 രൂപയാണ് കേട്ടോ വരുന്നത്. അതൊന്ന് വാങ്ങിച്ച്, അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി. ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി. ഞാനിങ്ങനെ സാൻഡ്വിച്ച് വേണമെന്നൊക്കെ ചോദിക്കുന്നതാണ്. സാൻഡ്വിച്ച് വേണ്ടെന്ന് ഇറങ്ങി, ബർഗർ മതി എന്ന് പറഞ്ഞിട്ടാണ് അത് എടുത്തത് കേട്ടോ. അപ്പോൾ ബർഗറിനും സാൻഡ്വിച്ചിനും 2-നും 90 രൂപയാണ് വരുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ പീസാണ്. ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ പീസുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഫുഡിന് നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. അതുപോലെ ചിക്കൻ
ഫുൾ ചിക്കൻ ഉണ്ടാവുമല്ലോ, അത് വാങ്ങിച്ചിട്ട് നമുക്കിങ്ങനെ മുകളിൽ ഫുഡ് കഴിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇത് കയ്യൊന്ന് തൊട്ട് നോക്കിയ തണുപ്പ്. അങ്ങനെ അത് ഭയങ്കര തിരക്കാണ് കേട്ടോ, ഒരുപാട് വെയിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് അതേ വാങ്ങിച്ച് കഴിക്കാം. ഇനിയിപ്പോൾ ഈ വാങ്ങിച്ചത് ബില്ല് ചെയ്യണം. അപ്പം നമ്മൾ ബില്ല് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ നിൽക്കുന്നതൊക്കെ ബില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുക, പിന്നെ എപ്പോഴും വരുമ്പോൾ ഇവിടെ നിന്നൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാതാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതങ്ങനെ ഷാനൂസിന് ചിക്കൻ വേണം, ഫുൾ ചിക്കന്. അപ്പം പെരി പെരി ചിക്കന് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഗ്രില്ലഡ് ചിക്കൻ ഉണ്ട്, പെരി പെരി ചിക്കൻ ഉണ്ട്, മലബാർ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഷാനൂസിന് പെരി പെരി ചിക്കൻ വേണമെന്നാണ്, അപ്പോൾ ഞാൻ വെച്ച് വാങ്ങിച്ചു കൊടുക്കുക. അതിന് ഇത്രയായി വരുന്നത് 349 കേട്ടോ. പെരി പെരി ചിക്കൻ റേറ്റ് 349. അപ്പോൾ ഇത് പാഴ്സൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഇത് പാഴ്സൽ വാങ്ങിച്ചാൽ മാത്രം പോരാ, ഇത് ബില്ല് ചെയ്യാൻ വേറൊരു ക്യൂ ആണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് ഇൻഷാല്ലാ പിന്നെ ഇപ്പോൾ ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഈ വാങ്ങിച്ചത് ഇനിയിപ്പോൾ ബില്ല് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ക്യൂ കാണിച്ചു തരാം. എത്രത്തോളം ആളുകളാണ് ഈ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര തിരക്കാണ്. ബില്ല് ചെയ്യുന്ന ആ ഒരു സെക്ഷനിലൊക്കെ ബില്ല് ചെയ്യുന്നിടത്തൊക്കെ ക്യൂ ആണ് കേട്ടോ. ഇതൊക്കെ ബില്ല് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലെ ബില്ലിങ്, ഒരുപാട് ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ വല്ലാതെ പർച്ചേസിങ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു 1000 സംതിങ് 1500 ഉള്ളിൽ നമ്മൾ പർച്ചേസിങ് ആയിട്ടുള്ളൂ. അല്ലാതെ വലിയൊരു പർച്ചേസിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം കുറഞ്ഞ രീതിയിലുള്ളൊരു പർച്ചേസിങ്, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ജ്യൂസിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചതിന് ഷാനൂസിന് കൊടുക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ അതൊക്കെ ബില്ല് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ്, അവൻ തന്നെ വെക്കുന്നതാണ് കേട്ടോ അതൊക്കെ. ഇനി ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ലുലു ഫാഷൻ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ പോയിട്ട് ഷാനൂസിന് ഷർട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ പോയിട്ട് ജസ്റ്റ് പർച്ചേസിങ് ഒന്നുമില്ല, ഷാനൂസിന് ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ ടീഷർട്ടല്ല വാങ്ങിക്കുന്നത്. അപ്പോൾ അവന് ഷർട്ട് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലു ഫാഷനിലെത്തി. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ലേഡീസിന്, ജെൻസിന്, കിഡ്സിന് ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതൊക്കെ ഓരോരോ സെക്ഷനിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലൊക്കെ വരുന്ന നല്ല നല്ല ക്ലോത്താണ്. അപ്പോൾ ഇത് ഷാനൂസിന് എടുക്കാമെന്ന് കരുതിയിട്ട് ഒരു ഷർട്ട്, അപ്പോൾ അവന് ഇഷ്ടമായിട്ടില്ല. അവൻ്റെ നോട്ടം കണ്ടോ, എനിക്ക് വേണ്ടാന്ന്, അവനിട്ടില്ല. പിന്നെ അതിപ്പോൾ എനിക്കിടാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഞാനത് വാങ്ങിച്ചില്ല. അവന് മെയിനായിട്ട് ഷർട്ട് വാങ്ങിക്കണമെന്ന് വെച്ചിട്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ ഈ ഒരു ടീഷർട്ട് കാണിച്ചു കൊടുത്ത്. അപ്പോൾ ഇതൊന്നും പറ്റിയിട്ടില്ല ആളിന്, അതാണ് ഇപ്പോൾ മൈൻഡില്ലാതെ അങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ബാഗിൻ്റെ സെക്ഷനിലോട്ട് പോയി. പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ടതാണ് ഈ ഒരു സംഗതി. അപ്പോൾ നല്ല ബ്രാൻഡഡ് ബാഗാണ് കേട്ടോ, നല്ല റേറ്റും ഉണ്ട്. 2000-ൻ്റെ മുകളിലാണ് റേറ്റൊക്കെ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ലെതർ ടൈപ്പ് വരുന്ന ബാഗാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇൻഷാല്ലാ ഞാൻ പൈസ ഒപ്പിച്ചിട്ട് വരും വാങ്ങിക്കാൻ. നല്ല ബ്രാൻഡഡ് ക്വാളിറ്റിയുള്ള ലെതർ ടൈപ്പ് ബാഗാണ്. ഇൻഷാല്ലാ വാങ്ങിക്കാൻ. എനിക്ക് ഈ ബ്ലാക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ പിന്നെ വന്നിട്ട് വാങ്ങിക്കാൻ കരുതി. 2000-ൻ്റെ മുകളിലാണ് റേറ്റ് വരുന്നത്. അങ്ങനെ ഇതൊക്കെ ഓരോന്നോരോന്ന് നോക്കി പോകുന്നതാണ് കേട്ടോ. ഞാൻ ഈ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്, പക്ഷെ അതൊക്കെ ലെങ്ത് ആവുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. ഡ്രസ്സൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നല്ല നല്ല കുർത്തീസും അതുപോലെ ടോപ്പും ഒക്കെ വരുന്ന നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ബാഗ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ലെതറാണ്, നല്ല എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ കേടായി പോകുന്ന തരത്തിലുള്ളതൊന്നല്ല, നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ എടുത്ത ബ്ലാക്കിനൊക്കെ 2000 സംതിങ് 3000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ബ്ലാക്കിനൊക്കെ ഇതിനൊക്കെ വരുന്നുണ്ട് 2000 സംതിങ്. 2000-ൻ്റെ മുകളിലാണ് ബാഗിന് വരുന്നത്. അങ്ങനത്തെ പിന്നെ എൻ്റെ ഫോൺ ഓഫായി, വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വീട്ടിലെത്തിയതിൻ്റെ ശേഷം ഈ പവർ ബാങ്കിൽ
കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഷാനുസിന് തിരക്ക്. ഷാനുസിന് എന്താണോ അവൻ്റെ ആ ഒരു കിറ്റ് ഉണ്ടല്ലോ, ഡ്രോയിങ് കിറ്റ്, അതെടുത്ത് എന്താണ് പൊട്ടിക്കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്ക് അത് ഓപ്പൺ ചെയ്യാനും. അങ്ങനെ പിന്നെ അത് അവൻ തന്നെ ഒക്കെ കത്തിരിക്ക കൊണ്ടുവന്ന് അതൊക്കെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ക്രയോണൊക്കെയാണ് ഉള്ളത്. പിന്നെ അവന് ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിച്ചത് 72 രൂപയാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിന് വരുന്നത്. ഈ ഒരൊറ്റ പീസേ വാങ്ങിച്ചിട്ടുള്ളതിന്. അങ്ങനെ അത് ക്യാമലിൻ്റെതാണ് കേട്ടോ. ഇതിൽ ക്രയോണ്, ഓയിൽ ക്രയോണ് വരുന്നുണ്ട്, പെൻസിൽ ക്രയോണ് വരുന്നുണ്ട്, പിന്നെ ഇതെന്താണ് പ്ലാസ്റ്റിക് ക്രയോണ്, അങ്ങനെ വരുന്ന സെറ്റാണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ പെൻസില്, സ്കെയില്, റേസർ, കട്ടർ അത് വരുന്നുണ്ട്. അങ്ങനെ ഒരു സെറ്റാണ് വരുന്നത്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അവന് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്രയോണ് കൊടുക്കുന്നുണ്ട്. അവന് ക്രയോണൊക്കെ തീർന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ക്രയോൺ സ്കൂളിൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ആ ഒരു കവറിൽ തന്നെ ഇട്ട് വെച്ചിട്ടോ. 119 രൂപക്കൊക്കെ ലാഭമാണ്. അങ്ങനെ ബാക്കിയെല്ലാം എടുത്ത് വെച്ചു. ഇപ്പോൾ ഇതാ ബർഗർ അവൻ തന്നെ ഓപ്പൺ ചെയ്ത് കഴിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, ഫോൺ ഓഫായല്ലോ. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ ഈസ്റ്റുമാണ് കേട്ടോ കഴിച്ചത്. അവിടെ നമ്മൾ മാങ്കാവ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കോഴിക്കോട് ദം ബിരിയാണി സെൻറ്റർ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ നെയ്ച്ചോറ് കഴിച്ചിട്ടുള്ളൂ, നെയ്ച്ചോറ് ഈസ്റ്റും. ബിരിയാണി തീർന്നു പോയി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്രക്കുള്ളൂ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.